പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് കോൺഗ്രസ് MP ശശി തരൂർ. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊള്ളില്ലെന്ന് പറയുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുകയും ചെയ്യുന്ന തരൂരിന്റെ മനസ്സിലെന്താണ്? തരൂരിന്റെ മോദി സ്തുതിയെ ഏറ്റെടുത്ത BJP. കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തരൂർ എടുക്കുന്ന വിമത നിലപാടിൽ പ്രതിഷേധം കനക്കുന്നു. പ്രധാനമന്ത്രിയുടെ മെഗാ ഓഫർ തരൂരിന് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ. സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വികസന കാഴ്ചപ്പാടിന്റെ പേരിൽ അകമഴിഞ്ഞ് പ്രശംസിച്ചുകൊണ്ട് ലേഖനം എഴുതുക. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സെൽഫി എടുത്ത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുക. തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് പ്രതിനിധിയായി ലോക്സഭയിലെത്തിയ ശശി തരൂർ പലപ്പോഴായി കോൺഗ്രസിന്റെ എതിരാളികളെ പുകഴ്ത്തുന്നത് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. കേരളത്തിൽ CPIM നേതൃത്വത്തിലുള്ള LDF സർക്കാരിനെ പ്രശംസിക്കുന്ന തരൂർ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അവസരം ലഭിക്കുമ്പോഴെല്ലാം പുകഴ്ത്താറുണ്ട്. ഇപ്പോഴിതാ പ്രധാനമന്ത്രിയെ തരൂർ വീണ്ടും പ്രശംസിച്ചിരിക്കുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് തരൂർ രംഗത്ത് വന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ മോദിയുടെ നിലപാട് ശരിയായിരുന്നുവെന്നാണ് തരൂർ പറഞ്ഞത്. രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞുവെന്നും ഈ വിഷയത്തിൽ മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയിലുള്ള മിടുക്കായിട്ടാണ് തരൂർ ഈ സംഭവത്തെ വിലയിരുത്തിയത്. റഷ്യയ്ക്കും യുക്രൈനും ഒരേ സമയം സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ സംഭവത്തോടെ ലോക സമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറി. നേരത്തെ നരേന്ദ്രമോദിയുടെ നയത്തെ താൻ പാർലമെന്റിൽ എതിർത്തിരുന്നു. UN ചാർട്ടറിന്റെ ലംഘനമായതിനാലാണ് താൻ യുക്രൈൻ വിഷയത്തിലെ നിലപാടിനെ എതിർത്തത്. അതിർത്തി കടന്ന ഒരു രാജ്യത്തിന്റെ പരമാധികാരം ഇല്ലാതാക്കുന്ന ആക്രമണം നടത്തുന്ന റഷ്യയെ എതിർക്കണമെന്നായിരുന്നു തന്റെ നിലപാട്. ഒരു പക്ഷം ഏകപക്ഷീയമായാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. അതിനാലാണ് അവരെ എതിർക്കണമെന്ന് താൻ പറഞ്ഞത്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നയമാണ് ശരിയെന്ന് തോന്നുന്നു. ഈ നയം മൂലമാണ് ഒരാഴ്ചക്കിടെ യുക്രൈൻ റഷ്യൻ പ്രസിഡന്റുമാരെ ആശ്ലേഷണം ചെയ്യാൻ മോദിക്ക് സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ-യുക്രൈൻ യുദ്ധം തീർക്കാൻ നടക്കുന്ന മോദിക്ക് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നിരന്തരം പ്രചരിപ്പിക്കുമ്പോഴാണ് ശശി തരൂരിന്റെ ഈ നിലപാട് പ്രഖ്യാപനം. അതേസമയം തരൂരിന്റെ നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ BJP പ്രചരണായുധമാക്കി. തരൂരിനെ ടാഗ് ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ Xൽ അഭിനന്ദന കുറിപ്പിട്ടു. റഷ്യൻ-യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദനാർഹമാണെന്ന് K സുരേന്ദ്രൻ Xൽ കുറിച്ചു. മറ്റു കോൺഗ്രസുകാരിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്നും K സുരേന്ദ്രൻ കുറിച്ചു. നേരത്തെയും നരേന്ദ്രമോദിയെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു. US പ്രസിഡന്റ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ തരൂർ പിന്തുണച്ചിരുന്നു. ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് വെറുതെയാവില്ലെന്നും ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു തരൂർ അന്ന് പ്രതികരിച്ചത്. അനധികൃത കുടിയേറ്റക്കാരുടെ കാലിൽ ചങ്ങലയുമിട്ടയക്കുന്നത് ശരിയല്ലെന്ന് മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നും തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് റഷ്യ-യുക്രൈൻ നയത്തിലെ പ്രശംസ. ഇതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മോദിയെ പുകഴ്ത്തുന്ന തരൂരിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ വിമർശനം ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. താനൊരു ഭാരതീയൻ എന്ന നിലയ്ക്കാണ് മോദിയെ പ്രശംസിച്ചതെന്നാണ് തരൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. KPCC പ്രസിഡന്റ് K സുധാകരൻ തരൂരിന്റെ മോദി സ്തുതിയെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ നിലപാടെടുത്തത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാകാൻ മല്ലികാർജുൻ ഖാർഗെയോട് മത്സരിച്ചതു മുതൽ ശശി തരൂർ ഹൈക്കമാൻഡിന് അനഭിമതനാണ്. കോൺഗ്രസിൽ കാര്യമായ റോൾ ലഭിക്കുന്നില്ലെന്ന പരിഭവം തുറന്നു പറഞ്ഞ തരൂർ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിലും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം രൂക്ഷമായപ്പോൾ തനിക്കും നേതൃത്വ പാടവമുണ്ടെന്ന് പറഞ്ഞ് തരൂർ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും പ്രശംസിച്ച് തരൂരിന്റെ ലേഖനം പ്രത്യക്ഷപ്പെട്ടത്.
കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ പാർട്ടിയുടെ ആഭ്യന്തര സംവിധാനത്തിൽ ചൂണ്ടിക്കാണിക്കാനും തിരുത്തൽ നടപടി ആവശ്യപ്പെടാനും തരൂരിന് അധികാരമുണ്ട്. എന്നാൽ പരസ്യ പ്രതികരണത്തിലൂടെ തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മികച്ച ലീഡറായി തരൂർ ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസിനെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായോ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സ്ഥാനപതിയായോ അധികം വൈകാതെ ശശി തരൂരിനെ കണ്ടേക്കാം എന്ന സൂചനകളും ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ഡീലും തരൂർ നടത്തിയിട്ടുണ്ടാകാം എന്ന പരിഹാസവും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ഐക്കണുമായ രാഹുൽ ഗാന്ധിയെ പോലും മുഖവിലക്കെടുക്കാത്ത ശശി തരൂർ അധികകാലം കോൺഗ്രസ് ഷോൾ അണിയാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ട്.